ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പോപ്കോൺ ആണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി ഞാനിവിടെ ഒട്ടും എരില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസായിട്ട് വേണം ചിക്കൻ കട്ട് ചെയ്തെടുക്കാൻ. ഒരു ചിക്കൻ മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രത്തിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് കോൺഫ്ലവർ പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് 3 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഒരു പാതി ചെറുനാരങ്ങ നീര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മാറ്റി വെച്ച ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചേർത്ത് പിടിപ്പിക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ ബാറ്ററിൽ ഉപ്പ് ഉണ്ടായത് കൊണ്ട് തന്നെ ഇത്തിരി മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കാം. ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഇവിടെ പോപ്കോൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പോപ്കോൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം.